ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ചാപ്റ്റർ ഏതാണെന്ന് പറയാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ദ റിട്ടേൺ ഓഫ് ദ ലയൺ എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തു നിർത്തിയത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അപ്പൊ കഴിഞ്ഞ ആഴ്ച എടുത്ത ചാപ്റ്ററൊക്കെ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ടെക്സ്റ്റും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഏതാണ് എടുക്കുന്നത്? കോപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ. ഓക്കെ, കോപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഓക്കെ, ഈ രണ്ട് ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ കോപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഇന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റിൽ നോക്കുക. ഏതാണ് ചാപ്റ്റർ? ചാപ്റ്റർ 24 ആണ് കേട്ടോ, കോപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. 24. ഓക്കെ, ചാപ്റ്റർ 24 കോപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ. റിട്ടേൺ ഓഫ് ദി ലൈൻ ആണ് കഴിഞ്ഞ വീക്കിൽ എടുത്തത് കേട്ടോ. അപ്പൊ ഈ ആഴ്ച നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ ലേറ്റ് ആയിട്ട് വരുന്നവരൊക്കെ ഒന്ന് നോക്കുക കേട്ടോ, ഏത് ചാപ്റ്ററാണ് എടുക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കേൾക്കുക. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പ്രോസ്പർ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു ടൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാം, പ്രോസ്പർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മൾ നന്നായിട്ട് വരിക, അല്ലെങ്കിൽ നല്ല ഒരു ശ്രേയസ് അല്ലെങ്കിൽ നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാവുക എന്ന് പറയും മലയാളത്തില്, അല്ലെ? പ്രോപ്പർ എന്ന് പറഞ്ഞ അല്ലെ. അപ്പൊ പ്രോസ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഭിവൃദ്ധി, അല്ലെ? പല മേഖലകളിലും രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭിവൃദ്ധി, ഒരു നേട്ടത്തെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, അല്ലെ? കോപ്പറേറ്റ് എന്ന് വെച്ചാൽ സഹകരണം, അല്ലെ? സഹകരണത്തോടു കൂടി നമുക്ക് വന്നിട്ടുള്ള, കൈവരിച്ചിട്ടുള്ള ഒരു നേട്ടം, അതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ക്യാറ്റിൽ റിയറിംഗ് ഫാമേഴ്സ് ഓഫ് ഗുജറാത്ത് ആൻഡ് ഹൗ ദെയർ ഫേറ്റ് ചേഞ്ച്ഡ്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എങ്ങനെയുള്ള ആളുകളാണ്? ഫാർമേഴ്സ് ആണ്, അല്ലെ? കൃഷിക്കാരാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഇന്ത്യയിലെ ഈ ഒരു ക്യാറ്റിൽ റിയറിംഗ് ഫാമേഴ്സ്, അല്ലെ? നമ്മുടെ കൃഷിക്കാരായിട്ടുള്ള ഫാമേഴ്സ് ഓഫ് എവിടത്തെയാണ്? ഗുജറാത്തിലെ കേട്ടോ. ഗുജറാത്തിലെ ഫാമേഴ്സിനെ പറ്റിയുള്ള ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. അവരുടെ ജീവിതം എങ്ങനെയാണ് മാറ്റിമറിക്കപ്പെട്ടത്, അവർക്ക് ഉണ്ടായ കുറച്ച് നേട്ടങ്ങൾ എന്തിലൂടെ? അവരുടെ പരസ്പര സഹകരണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ. അപ്പൊ അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിക്കാനായിട്ട് കഴിഞ്ഞത്, അവരെങ്ങനെയാണ് വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്, അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ പറയുന്നത്. The farmers were hardworking, but despite this, they remained very poor. അപ്പൊ ഇവിടെ ഈ ഫാർമേഴ്സ് എങ്ങനെയാണ്? അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അല്ലെ? പക്ഷെ അവരെന്താണ്? ദേ റിമൈൻഡ് വെരി പുവർ. അവർ ഭയങ്കര പാവപ്പെട്ട ആളുകളായിട്ടാണ് പക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ഫാർമേഴ്സ് എന്ന് പറയുമ്പോൾ കൃഷിക്കാരാണ്, അല്ലെ? പലതരത്തിലുള്ള കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അവര് എത്രത്തോളം മണ്ണില് പണിയെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം, അല്ലെ? അപ്പൊ നെല്ല്, അരി, ഗോതമ്പ്, അല്ലെ? അപ്പൊ അതൊക്കെ ഉണ്ടാകാനായിട്ട് ഒരുപാട് അവർ മണ്ണിൽ പണിയെടുക്കുന്നു. പക്ഷെ അവർക്ക് അതിന് തക്കതായ ഒരു വേതന, ഒരു റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല, ഒരു വേജ്, അല്ലെ? ഒരു ക്യാഷ് അവർക്ക് കിട്ടുന്നില്ല. അപ്പോ അതിന് അവരെന്താണ്? ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അവര് പാവപ്പെട്ടവരായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. Sardar Vallabhbhai Patel, an eminent leader of the freedom movement, was determined to do something to change their lives. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരുന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? അദ്ദേഹം ഒരു ഫ്രീഡം മൂവ്മെന്റില് ഇവിടെ വെച്ചിട്ട് ഒരു കാര്യം തീരുമാനിക്കണം. എന്താണ്? ഈ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുകയുള്ളൂ, അല്ലെ? എല്ലാ തലങ്ങളിലും സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം എന്നൊക്കെ അവർ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തീരുമാനിക്കുകയാണ്, കർഷകര് ഒരുപാട് ഇവിടെ പണിയെടുക്കുന്നുണ്ട്, അല്ലെ? അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ, പക്ഷെ അവരുടെ ജീവിതം മാത്രം മെച്ചപ്പെടുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ഇവിടെ തീരുമാനിക്കുകയാണ്. He appointed Tribhuvan Das, അല്ലെ? Tribhuvan Das to find ways to help them out. അപ്പൊ അദ്ദേഹം എന്ത് തീരുമാനിച്ചു?
ത്രിഭുവൻ ദാസ് എന്ന് പറയുന്ന ഒരു ആളെ അവിടെ എന്തിനു വേണ്ടി തീരുമാനിക്കുന്നു, ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, അല്ലെ എന്തുകൊണ്ടാണ് ഈ കർഷകർക്ക് പൈസ ഒന്നും ഇല്ലാത്തത്, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഇത്രയും അധ്വാനിച്ചിട്ട് അവർക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടാത്തത് എന്ന് ഒരു പഠനം നടത്തുവാനായിട്ട് ത്രിഭുവൻ ദാസിനെ സർദാർ വല്ലഭായ് പട്ടേൽ അവിടെ ഏൽപ്പിക്കുകയാണ്. Das realized that the middlemen were exploiting the poor farmers and depriving them for their share of profit. എന്ത് സംഭവിച്ചു? ഹി റിയലൈസ്ഡ്, അതായത് അദ്ദേഹം കണ്ടുപിടിച്ചു, ഹി ഫൈൻഡ് ഔട്ട്, എന്താണ് കണ്ടുപിടിച്ചത്? മിഡിൽ മാൻ, അല്ലെ, നമ്മുടെ ഇടനിലക്കാരായിട്ടുള്ള ആളുകള് എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ എക്സ്പ്ലോയിറ്റിംഗ്, അല്ലെ, അവര് ഈ ഒരു ഫാർമേഴ്സിനെ നല്ലതായിട്ട്, അല്ലെ, നന്നായിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്. അതായത് അവര് കളുടെ ശരിയായ വില ആർക്ക് കൊടുക്കുന്നില്ല? കർഷകർക്ക് ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഇടനിലക്കാര് കൊടുക്കുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ 100 രൂപയുള്ള സാധനമാണെങ്കിൽ കർഷകർക്ക് അവർ എന്ത് കൊടുക്കും? അവരൊരു 30 രൂപയൊക്കെ കൊടുത്തിട്ട് കർഷകരുടെ അടുത്ത് നിന്ന് അത് മേടിക്കും. എന്നിട്ട് എവിടെ കൊണ്ടുപോയി വിൽക്കും? നമ്മളത് മേടിക്കുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ തരും. അപ്പൊ അതിന്റെ ഒരു പ്രോഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? അതിന്റെ ലാഭം ഈ ഒരു കർഷകരുടെ അടുത്തുനിന്ന് സാധനങ്ങൾ എടുക്കുന്ന ഇടനിലക്കാരെ മോഷ്ടിച്ചെടുക്കുകയാണ്. അപ്പൊ അതുവഴി കർഷകർക്ക് എന്താണ്? കാര്യമായ പൈസയും കിട്ടുന്നില്ല, പക്ഷെ അവര് നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരികയും ചെയ്യുന്നു. അപ്പൊ ത്രിഭുവൻദാസ് കണ്ടുപിടിച്ചത് ഈ ഒരു മിഡിൽമാൻ ആണ് ഇവിടെ ഈ ഒരു ചൂഷണം നടത്തുന്നത്, അവരാണ് നമ്മുടെ കർഷകരെ ഈ ഒരു ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് മനസ്സിലാവുന്നു. He decided to get the farmers and form cooperative. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചത് എന്താണ്? നമുക്ക് എന്തായാലും എന്ത് വേണം? നമുക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് ആരംഭിക്കണം, അല്ലെ? കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അല്ലെ, സഹകരണ സംഘങ്ങൾ എന്ന് പറയും. അപ്പൊ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം അവിടെ നടത്താനായിട്ട് പറ്റുകയുള്ളൂ, അല്ലെ? എസ്പെഷ്യലി എന്താണ്? നമുക്ക് പണം വേണം, അല്ലെ? നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഇദ്ദേഹം തീരുമാനിക്കുകയാണ്, ഫാർമേഴ്സ്, അവിടെയുള്ള ഫാർമേഴ്സിനെ എല്ലാവരെയും കൂടെ സഹകരിപ്പിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു സൊസൈറ്റി അവിടെ സ്ഥാപിക്കാനായിട്ട് പറ്റും. In this way, they could directly sell their product and share the profit by eliminating the middleman. അപ്പൊ അവർക്ക് എന്ത് സാധിക്കും? അങ്ങനെ അവർക്ക് അവരുടെ സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് വിൽക്കാം. അപ്പൊ മിഡിൽമാന്റെ അടുത്ത് നിന്ന് ചൂഷണം ചെയ്യപ്പെടുന്നതിനൊന്നും ഇവർക്ക് പറ്റില്ല. അവരുടെ ആ ഒരു പ്രോഡക്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വില അവർക്ക് ആ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇവരിങ്ങനെ ഒരു സൊസൈറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ചു. This idea worked well, but soon he faced another problem. അങ്ങനെ ആ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഫാർമേഴ്സിന്റെ അടുത്ത് നിന്ന് പതുക്കെ പതുക്കെ മാറി തുടങ്ങുകയായിരുന്നു ഈ ഒരു സൊസൈറ്റിയൊക്കെ വന്നതോടുകൂടി. പക്ഷെ അപ്പോഴാണ് അവിടെ മറ്റൊരു പ്രശ്നം ഉടലെടുത്തത്. എന്തായിരുന്നു മറ്റൊരു പ്രശ്നം വന്നത്? He could not complete with a well established British dairy in Mumbai. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഫാർമേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്? പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവര് ഡയറി ഉൽപ്പന്നങ്ങൾ, അല്ലെ, ഡയറി മീൻസ് പാൽ ഉൽപ്പന്നങ്ങൾ, അല്ലെ, നമ്മുടെ പാല്, പിന്നെ എന്തുണ്ട്? നമ്മുടെ തൈര്, അല്ലെ, ബട്ടർ, അങ്ങനെയുള്ള പാൽ ഉൽപ്പന്നങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് ഇവർക്ക് സെൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് നല്ല മെഷീനറീസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ പാലൊക്കെ നമുക്ക് എന്താണ്, ഒരു 2 ദിവസത്തിലൊന്നും കൂടുതൽ സാധാരണ നമ്മള് നാടൻ പാലൊന്നും നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് പറ്റില്ല, അല്ലെ? ഒരു ദിവസം തന്നെ കഴിയുമ്പോഴത്തേക്കും അത് ചീത്തയായി തുടങ്ങും. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടുന്നത് പോലെ കവർ പാലൊക്കെ കിട്ടി തുടങ്ങിയതിന് ശേഷമാണ്, ഇവരുടെ ഈ ഒരു കണ്ടുപിടുത്തത്തിന് ശേഷമാണ് പാല് കേടുകൂടാതെ എങ്ങനെ ഒരുപാട് നാളെ സംഭരിക്കാമെന്ന് ഇവര് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് പാക്കറ്റ് പാലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയത്, അല്ലെ? പാക്കറ്റ് പാലൊക്കെ എങ്ങനെയായാലും 2-3 ദിവസമൊക്കെ കേടാകാതെ ഫ്രിഡ്ജിൽ ഇരുന്നോളും, അല്ലെ? ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച എങ്കിലും ഇരുന്നോളും, അല്ലെ? അപ്പൊ ഈ പാലുൽപ്പന്നങ്ങൾ അന്ന് ഇങ്ങനത്തെ ഫ്രിഡ്ജോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ മെഷീനറീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ എന്താണ്, ഇവരുടെ പാലൊക്കെ കേടാകുന്നു. അപ്പൊ അന്ന് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, അത് വെറുതെ അവര് ഒഴിച്ചു കളയേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടുള്ള തൈര് ഉൽപാദനം അതൊന്നും അന്ന് കാര്യക്ഷമമായിട്ട് നടന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? He could not complete with a well established British dairy in Mumbai. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു നല്ലൊരു ബ്രിട്ടീഷ് ഡയറി, അല്ലെ, ഒരു ഫാം, നമ്മുടെ ഈ ഡയറി ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഉള്ളൊരു സംവിധാനം അവിടെ ഇല്ല. അത് കർഷകർക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. To everyone's good luck, at this time, Verghese Kurian, a young engineer trained in America,
joined them and accepted the assignment. അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരുടെയും ഭാഗ്യഫലമായിട്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഈ കർഷകരുടെ ഭാഗ്യം എന്ന് പറയട്ടെ, അവരുടെ ഇടയിലേക്ക് ആര് വരികയാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉള്ളൊരു വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ അല്ലെ, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള എഞ്ചിനീയർ അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? joined them and accepted the assignment. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഡയറി ഫാം അല്ലെ, പാലുൽപ്പന്നങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് സൂക്ഷിക്കാനായിട്ട് ഒരു ഡയറി ഒരു ഫാം നിർമ്മിക്കാമെന്നുള്ള എഗ്രിമെന്റ് ഒക്കെ ഏറ്റെടുക്കാനായിട്ട് റെഡി ആയിട്ട് ഒരു എഞ്ചിനീയർ മുന്നോട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് വർഗീസ് കുര്യൻ. അദ്ദേഹം വെറുമൊരു എഞ്ചിനീയർ ഒന്നുമല്ല, വളരെ പ്രഗത്ഭനായിട്ടുള്ള നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയി ട്രെയിനിങ് ഒക്കെ നേടിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്. He set up mechanized processing plant for processing and packaging of milk. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു എഞ്ചിനീയറിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ അറിവൊക്കെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? He set up a machinerized process അല്ലെ, മെഷീൻ ഉപയോഗിച്ചിട്ട് പാലുകൾ, ഉൽപ്പന്നങ്ങൾ, അതുപോലെ എല്ലാ സാധനങ്ങളും കേടുകൂടാതിരിക്കാനും അത് പാക്ക് ചെയ്യാനും ഒക്കെ ഒരു സംവിധാനം അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. Due to his effort, Amul Dairy became one of the largest cooperative in India. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് അമൂൽ ഡയറി അല്ലെ, നമ്മൾ ഇന്ന് കാണും അമൂലിന്റെ പ്രോഡക്റ്റുകൾ എന്നാ എല്ലായിടത്തും ഉണ്ട് അല്ലെ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിട്ട് അമൂൽ ഡയറി മാറിപ്പോയത്. അങ്ങനെ അമൂൽ ഡയറി എങ്ങനെയായിട്ട് ഒരു വലിയൊരു കമ്പനിയായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. And also made India the largest milk producing country in the world. അതുപോലെ തന്നെ പിന്നീട് എന്തായി? കർഷകർ കൂടുതൽ പാൽ ഉൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു അല്ലെ. പണ്ടെങ്ങനെയായിരുന്നു? അവർക്ക് അവരുടെ പാലുൽപ്പന്നങ്ങൾ സംരക്ഷിക്കാൻ അല്ലെ, സൂക്ഷിച്ചു വെക്കാൻ പറ്റാതാണോ അവരുടെ ഉൽപാദനവും അവർ കുറച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പാലുൽപ്പന്നങ്ങൾ അല്ലെ, നമ്മുടെ പാക്കറ്റ് പാലൊക്കെ സൂക്ഷിക്കുന്ന എങ്ങനെയാ? അത് പാസ്ചറൈസ്ഡ് മിൽക്കാണ് അല്ലെ, അതായത് തിളപ്പിച്ച് അണുവിമുക്തമാക്കിയിട്ടാണ് നമുക്കത് തരുന്നത് അല്ലെ. കൂടുതൽ പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ചെയ്യാനും സംരക്ഷിക്കാനും ഒക്കെ പറ്റുന്ന അവസരത്തിലേക്ക് വന്നപ്പോൾ കർഷകർക്കും എന്തായി? അവരും കൂടുതൽ പാലുൽപാദനം കൂടുതലാക്കി തുടങ്ങി. വലിയ അളവിൽ അവരും പാല് ഉൽപാദിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഇന്ത്യ എന്തായി തീർന്നു? ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം എന്നൊരു ബഹുമതിയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നേടിയെടുത്തു. This session teaches that there is great value in working collectively and collaboratively. അപ്പൊ നമ്മുടെ അടുത്ത് ഈ ഒരു ലെസൺ നമുക്ക് തരുന്ന പാഠം എന്താണ്? നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഈ കർഷകരെല്ലാവരും കൂടി ഒന്നിച്ച് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചതിന് ശേഷമാണ് ഇവർക്ക് വളരെ ലാഭം കിട്ടിയതും അവരുടെ ആ ഒരു ദാരിദ്ര്യം മാറുകയും അവർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാനായിട്ടൊരു അവസരം ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കണം? കളക്റ്റീവ്ലി ആൻഡ് കൊളാബറേറ്റീവ്ലി അല്ലെ, സഹകരണത്തോടു കൂടി ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. All problems can be resolved by communities themselves. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എവിടെ തന്നെ തീർക്കണം? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അത് നമുക്ക് തീർക്കാനായിട്ട് പറ്റണം. സയൻസ് ആൻഡ് ടെക്നോളജി ഇഫ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ക്യാൻ ട്രാൻസ്ഫോം അവർ ലിവ്സ്. അപ്പൊ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രം അല്ലെ, നമ്മുടെ സയൻസ് അതൊക്കെ ഒരുപാട് വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലെ. എല്ലാത്തിനും കണ്ടുപിടുത്തങ്ങളും അല്ലെ, മെഡിസിൻസ്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? അത് വളരെ എഫക്റ്റീവ് ആയിട്ട് അല്ലെ, നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് സാധിക്കും. എലിമിനേറ്റ് പോവർട്ടി ആൻഡ് അഷ്വറിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് എന്ത് സംഭവിക്കണം? നമുക്ക് പോവർട്ടി തുടച്ചു നീക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ അല്ലെ, കർഷകർ എന്ന് പറയുമ്പോൾ എന്താ? ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അല്ലെ. അപ്പൊ അവരുടെ തൊട്ടുള്ള ഒരു വളർച്ച നമുക്ക് ഉറപ്പാക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ എല്ലാവരും കൊളാബറേറ്റീവ് ആയിട്ട് ഒന്നിച്ച് കളക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ കഥ എന്ന് പറയുന്നത് കേട്ടോ. കഥയൊന്നുമല്ല, നമ്മുടെ ഒരു ഹിസ്റ്ററി തന്നെയാണ് അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം, അമൂൽ ഡയറി
നമുക്ക് അമൂലിന്റെ എല്ലാ പ്രോഡക്ട്സും നമുക്കുണ്ട് അല്ലെ, ടി വിയിലൊക്കെ പരസ്യത്തിൽ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ പാലൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, അമൂലിന്റെ എല്ലാ പ്രോഡക്ട്സും ഉള്ളതാണ്. അപ്പൊ അന്ന് ഈ അമൂല് ഇന്നും ഇത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കണമെങ്കിൽ എന്താണ്, ആ കമ്പനി എത്രത്തോളം സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് നമുക്ക് ആലോചിക്കാം അല്ലെ. എത്രയോ വർഷങ്ങൾക്ക് മുന്നാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇപ്പോഴും എന്താണ്, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ആൻഡ് ലോസ്. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് കേട്ടോ, നമുക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ പറയുള്ളൂ ബ്രാക്കറ്റിൽ, അതുപോലത്തെയാണ് കേട്ടോ. നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ പിക്കിംഗ് ദ കറക്റ്റ് ചോയ്സ്. കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യും. ഏതാണ്? The chief means of livelihood of the farmers discussed in the above passage. ഇവിടെ ഫാർമേഴ്സ് എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരുന്ന ജോലി ഏതാണെന്നാണ് ചോദ്യം. ഏതായിരുന്നു? വീവിംഗ് ക്ലോത്ത്, ക്യാറ്റിൽ റിയറിംഗ്, ഗ്രോയിങ് ഫുഡ് ക്രോപ്സ്, ട്രഡീഷൻ ഇൻ ഷീപ്പ് ആൻഡ് അതർ ക്യാറ്റിൽ. അല്ലെ, ഏതായിരുന്നു അവരുടെ ജോലി? അവര് ക്യാറ്റിൽ റിയറിംഗ് ആണ്, അതായത് പശുക്കളെ വളർത്തുക, അതായിരുന്നു അവരുടെ ഏറ്റവും കൂടുതലായിട്ട് ഫാർമേഴ്സ് ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത്. Next step. The narrator says the farmers in Gujarat worked very hard, but they were always in want. The phrase always in want means that. ഇവിടെ നരേറ്റർ പറയുന്നുണ്ട് ഗുജറാത്തിലെ ആളുകൾ എന്താണ്, they worked very hard. അവർ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. But they were always in want. പക്ഷെ അവർക്ക് എന്താണ്, എപ്പോഴും അവർക്ക് ആവശ്യമുള്ള ക്യാഷ് ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. The phrase always in want means that. ഇവിടെ ഈ ഒരു ഇവിടെ ഈ ഒരു ഓൾവേസ് ഇൻ വാണ്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദേ കുഡ് നോട്ട് മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. അവർക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് അവർക്ക് കിട്ടിയിരുന്നില്ല, അവർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു എന്നാണ് ആ ഒരു വാക്കിന് അർത്ഥം. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ wanted to bring prosperity into their lives. He planned to do so by. അപ്പോ സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ആദ്യമായിട്ട് അവിടുത്തെ ആളുകളോട് എന്ത് പറയുന്നത്? ത്രിഭുവൻദാസിനോട് ഈ ഫാർമേഴ്സിന്റെ പ്രശ്നങ്ങളൊന്ന് പഠിക്കണമെന്ന് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ? എന്തൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹം തീരുമാനം എടുത്തത്? എന്തുകൊണ്ടാണ്? ഓർഗനൈസിംഗ് ദം ഇൻടു കളക്റ്റീവ് ഗ്രൂപ്പ്. എന്തിനാണ്? അവരെ നല്ല പ്രോസ്പെരിറ്റിയിലേക്ക്, അവരെ നല്ല അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എങ്ങനെയാണ്? ഓർഗനൈസിംഗ് ദം ഇൻടു കളക്റ്റീവ് ഗ്രൂപ്പ്. അവരെ ഗ്രൂപ്പുകളാക്കി അല്ലെങ്കിൽ അവർക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുക. which would do business collectively and share the profit. അതെങ്ങനെയായിരിക്കണം? ഒരുമിച്ച് എല്ലാം കൊണ്ടുവന്ന് സെല് ചെയ്യുക, അതിന് പ്രോഫിറ്റ് അവർക്ക് തന്നെ കൊടുക്കുക. അപ്പൊ അതുവഴി അവർക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സഹായകരമാകും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ത്രിഭുവൻ ദാസ് വാസ് എംപ്ലോയിഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ. ത്രിഭുവൻ ദാസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, സർദാർ വല്ലഭായ് പട്ടേല് കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ ഏൽപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ ചെയ്തത്? ടു ഓർഗനൈസ് ദം ഇൻടു കോപ്പറേറ്റീവ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ ഒരു കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് അവരെ എല്ലാവരെയും ഒരു സഹകരണ സംഘത്തിലേക്ക് എത്തിച്ചു ചേർക്കാനായിട്ട് ത്രിഭുവൻ ദാസിന്റെ പ്രവർത്തനങ്ങളാണ് സഹായകരമായത്. ഓക്കെ, നെക്സ്റ്റ് ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിക്കേ. ബൈ സെയിങ് ദിസ് ഓഫ് അമൂൽ ഡയറി ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി അല്ലെ. ഇതാണ് അമൂൽ ഡയറി ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിന് കാരണമായത്. The narrator means that the Amul Dairy plant was the first one to be set up in India. അപ്പൊ ഈ ഒരു സെന്റൻസ് കൊണ്ട് this marked the birth of Amul Dairy എന്നൊരു വാക്കുകൊണ്ട് ഇവിടെ ഈ ഒരു പോയറ്റ് അല്ല, സോറി പോയറ്റ് അല്ല, നമ്മുടെ ഈ ഒരു ഓതർ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? The Amul Dairy was set up and its success story afterward is so well known to everyone that it does not need to be sold or stable. എന്താണ് ഇവിടെ അമൂൽ ഡയറിയുടെ ഒരു സ്റ്റാർട്ടിങ് ഇതായിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. കാരണം എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് കൂടി ക്ലിയർ ആണ് ഇത് പിന്നീട് ചരിത്രമാകാൻ പോകുന്ന ഒരു സംഭവമാണ് എന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 സെന്റൻസ് ഈച്ച്. എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് മിഡിൽ മാൻ? ഇവിടെ മിഡിൽ മാന്റെ റോള് എന്താണെന്നാണ് ചോദ്യം. എന്താണ് മിഡിൽ മാന്റെ റോള്? അപ്പൊ മിഡിൽ മാൻ ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആരായിരുന്നു മിഡിൽ മാൻ? കർഷകരുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് മേടിക്കുക അല്ലെ, മേടിച്ചിട്ട്
ആർക്ക് കൊടുക്കുന്നു? നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരുന്നത്. അതിനെയാണ് മിഡിൽ മാൻ. കർഷകർക്കും കസ്റ്റമേഴ്സിനും ഇടയിൽ നിൽക്കുന്ന ആളാണ് മിഡിൽ മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അയാളുടെ റോൾ എന്താണ് റോള്? മിഡിൽ മാൻ ആർ പീപ്പിൾ ഹു ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്, അല്ലെ? നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്, അത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർ പ്രൊഡ്യൂസേഴ്സ് ആണ്, അല്ലെ? അപ്പൊ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കുന്ന ആളെയാണ് നമ്മൾ മിഡിൽ മാൻ എന്ന് പറയുന്നത്. They buy the produce from the poor farmers at very cheap rate. അവരെന്ത് ചെയ്യുന്നു? അവര് ഈ പ്രോഡക്റ്റുകൾ ഫാർമേഴ്സിന്റെ അടുത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ സംഭരിക്കുന്നു. ആൻഡ് സെൽ ദം ഇൻ ടു മാർക്കറ്റ് ദ ഹ്യൂജ് പ്രോഫിറ്റ്. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി വിൽക്കുന്നു, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വലിയ വിലയ്ക്ക് വിൽക്കുന്നു. They often harass the poor farmers to force them to sell at cheaper price. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫാർമേഴ്സിനെ അവര് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് അവർ ഈ സാധനങ്ങൾ മേടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Why did സർദാർ വല്ലഭായ് പട്ടേൽ want to eliminate middleman? സർദാർ വല്ലഭായ് പട്ടേൽ എന്തുകൊണ്ടാണ് ഈ ഒരു മിഡിൽ മാനെ ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? സർദാർ വല്ലഭായ് പട്ടേൽ felt sorry to see the plight of poor cattle rearing farmers who remained poor even though they worked so hard. അല്ലെ? അദ്ദേഹം തീരുമാനിച്ചത് ഈ ഒരു മിഡിൽ മാൻ ഉറപ്പായിട്ടും ഒഴിവാക്കപ്പെടണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഫാർമേഴ്സിനെ ചൂഷണം ചെയ്ത് അവരുടെ ഇടയിൽ നിന്നുള്ള പൈസ ലാഭം ആര് കൊണ്ടുപോകുന്നുണ്ട്? ഈ ഒരു മിഡിൽ മാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരിക്കലും അവർക്ക് ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്നും കയറാൻ പറ്റാത്തത്. അപ്പൊ ഈ മിഡിൽ മാനെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. നെക്സ്റ്റ്. വാട്ട് ഡിഫിക്കൽട്ടി ഡിഡ് ത്രിഭുവൻദാസ് ഫേസ്? ഇവിടെ ത്രിഭുവൻദാസ് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ആ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഫേസ് ചെയ്തത്? എന്തൊക്കെയാണ്? There was another British company which was producing dairy products in Mumbai. അവിടെ വിവിധ സഹകരണ സംഘം സ്ഥാപിക്കാൻ പോകുന്നതിന് മുമ്പ് അവരെന്ത് കണ്ടുപിടിച്ചു? അവിടെ ബ്രിട്ടീഷ് ഡയറി ഫാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർ കണ്ടുപിടിച്ചു. It was well established and Tribhuvandas could not compete with it anyway. അവിടെ ഉള്ള ആ ഒരു ബ്രിട്ടീഷ് കമ്പനിയോട് മത്സരിക്കാനായിട്ട് തങ്ങൾ പുതിയതായി തുടങ്ങുന്നതിന് സാധിക്കില്ല എന്ന് തോന്നി. അദ്ദേഹം അതൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. നെക്സ്റ്റ്. Why did Dr. Kurian gave up his government job? നമ്മൾ കണ്ടു ഈ കർഷകരുടെ രക്ഷയ്ക്കായിട്ട് വരുന്ന ആരാണ്? വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ആണ്, അല്ലെ? അദ്ദേഹം വന്നതോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ രീതിയിൽ ഉപയോഗിക്കുന്ന ഈ പാസ്റ്റേഴ്സിനും മിൽക്കൊക്കെ അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്തത്? ഫോർ എ ബ്രൈറ്റ് മാൻ ലൈക്ക് ഡോക്ടർ കുര്യൻ there was nothing very challenging or interesting in the government job. അദ്ദേഹം പറയുന്നതാണ്, ഇവിടെ ഒരു ഗവൺമെന്റ് ജോബിന്റെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊന്നുമില്ല. കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ട് സാലറി ഒക്കെ ഉണ്ട്. He wanted to do something which would make difference to people lives or create history. പക്ഷെ അദ്ദേഹം അതൊക്കെ വിട്ടിട്ട് പോകുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഗിവ് റീസൺസ് ഇൻ സപ്പോർട്ട് ഓഫ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോറി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാം കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്താണ്? ഡോക്ടർ കുര്യൻ വാസ് ഏബിൾ ടു ഫൈൻഡ് എ വേ ടു ചലഞ്ച് ഹിസ് കോമ്പീറ്റർ ഇൻ ബോംബെ. ഡോക്ടർ കുര്യൻ എന്താണ്? അദ്ദേഹം അവിടെ ഓൾറെഡി ഉള്ള ഒരു ബ്രിട്ടീഷ് കമ്പനിയുമായിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, അല്ലെ? അതുമായിട്ട് മത്സരിച്ച് പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ശരിയാണോ തെറ്റോ? എന്താണ്? ട്രൂ ആണ്, അല്ലെ? ശരിയാണ്. കാരണം ഓൾറെഡി ഒരു ബ്രിട്ടീഷ് കമ്പനി അവിടെ ഡയറി പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുന്നുണ്ടായിട്ടും അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഡോക്ടർ വർഗീസ് കുര്യൻ അഷ്വർഡ് ദ ഓപ്പറേഷൻ ഫുഡ് പ്രോഗ്രാം ഇൻ ഇന്ത്യ. അദ്ദേഹമാണ് ഈ ഒരു ഫുഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഇതില് കർഷകർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ ഡയറി പ്രോഡക്റ്റുകൾ സംഭരിക്കാമെന്നൊരു ആശയമായിട്ട് മുന്നോട്ട് വന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഡോക്ടർ കുര്യൻ ഷോഡ് ഫാർമേഴ്സ് ഹൗ ടു ഇൻക്രീസ് ദെയർ ക്രോപ്പ് പ്രൊഡക്ഷൻ യൂസിങ് ന്യൂവർ ടെക്നിക്സ്. ദാറ്റ് ഈസ് വൈ ഹി ഈസ് കോൾഡ് ഫാർമേഴ്സ് ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ. അപ്പോ നമ്മുടെ ഈ വർഗീസ് കുര്യനെ എല്ലാവരും വിളിക്കുന്ന എന്താണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം, അല്ലെ? എന്താണ്? ഫോൾസ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കാരണം അദ്ദേഹത്തിനെ വിളിക്കുന്നത് എന്താണ്? ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നാണ് ഡോക്ടർ വർഗീസ് കുര്യൻ അറിയപ്പെടുന്നത്, അല്ലെ? വൈറ്റ് എന്ന് വെച്ചാൽ പാലിന്റെ കളർ വൈറ്റ് ആണ്, അല്ലെ? അപ്പോ പാലുൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ,
He showed them how to organize themselves to form a cooperative and sell milk collectively. അല്ലെ, ഇവിടെ പാല് മിൽക്ക് സെല് ചെയ്യാനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. He is famous for assuring the white revolution. അതുകൊണ്ട് അദ്ദേഹം വൈറ്റ് റവല്യൂഷന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഡോക്ടർ കുര്യൻ kept a large profit for himself as payment for his work, with the result that the farmers' condition never improved. അല്ലെ, എന്താണ് പറയുന്നത്? ഡോക്ടർ കുര്യൻ നടത്തി, പക്ഷെ ഫാർമേഴ്സിന് പ്രത്യേക ഉണ്ടായില്ല എന്നാണ് ചോദ്യം. ഉണ്ടായോ? ആ സെന്റൻസ് എന്താണ്? തെറ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തത്തിലൂടെ ഒരുപാട് ഫാർമേഴ്സിന് അവരുടെ ഒരു നല്ല ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു. അല്ലെ, അപ്പൊ എന്താണ് പറയേണ്ടത്? He shared the profit with the cattle farmers in the form of dividends. അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എല്ലാവർക്കും ഒരേ രീതിയിൽ കിട്ടുന്ന രീതിയിൽ അദ്ദേഹം അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഉയർച്ച അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Answer the following questions in your own words. First one, in this lesson, you read about how and why the Amul Cooperative Dairy was set up and how it works. What are the main ideas on which this cooperative is based? അല്ലെ, ഇവിടെ അമൂൽ ഡയറി എന്ന് പറയുന്ന സ്ഥാപനം ഡോക്ടർ വർഗീസ് കുര്യൻ സ്ഥാപിച്ചു. ആ ഒരു ഡയറി പ്രൊഡക്റ്റ് കമ്പനി വന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നത്? എന്തൊക്കെയാണ്? The Amul Cooperative is based on the common goal or aim which the members of the cooperative cannot achieve as individuals. അല്ലെ, ഇവിടെ അദ്ദേഹം കൊണ്ടുവന്നത് എന്താണ്? നമ്മള് സൊസൈറ്റി എന്ന് പറയുമ്പോൾ സഹകരണത്തോടു കൂടി, അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ, അല്ലെ, കാറ്റലിനെ, അതായത് പശു വളർത്തുന്ന എല്ലാ ഫാർമേഴ്സും ഒരുപോലെ സഹകരിച്ചാൽ മാത്രമേ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അദ്ദേഹം അറിയിച്ചു. In the cooperative system of the profit may be by the organization are shared equally by the members. എന്ത് ചെയ്തു? എല്ലാവർക്കും ഒരുപോലെ ആ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. The cooperative make profit because its members get a better price for their product than they would get if they were not members. അല്ലെ, അപ്പൊ ആ ഒരു സൊസൈറ്റിയിൽ അംഗമല്ലാത്തവർക്കും എന്താണ് ആ ഒരു ശരിക്കും ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമായതിനു ശേഷമാണ് അവർക്ക് അവരുടെ പ്രോഡക്റ്റിന് ശരിയായിട്ടുള്ളൊരു എന്താണ് ശരിയായിട്ടുള്ളൊരു പ്രോഫിറ്റ്, ശരിയായിട്ടുള്ളൊരു ഇൻകം അവർക്ക് കിട്ടി തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. Okay, they get a better price as member of the cooperative because this agree not to sell middleman and sell directly to the consumers. അപ്പൊ അവരെന്ത് സംബന്ധിച്ചു? അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അവര് മിഡിൽമാന് കൊടുത്തിരുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഒക്കെ അവർക്ക് കിട്ടി. അങ്ങനെ അവരുടെ ഒരു പോവർട്ടി ഒക്കെ തുടച്ചു നിൽക്കാനായിട്ട് ഒരുപാട് ഫാർമേഴ്സിനെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദേ കോപ്പറേറ്റീവ് ആൻഡ് റിമെയിൻ യുണൈറ്റഡ്. അങ്ങനെ എന്ത് തീരുമാനിച്ചു? ഈ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. അവരും എന്ത് ചെയ്തു? ദേ കോപ്പറേറ്റ് ആൻഡ് റിമെയിൻ യുണൈറ്റഡ്. അവർ ഒന്നിച്ച് സഹകരിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഈ ഒരു ഐഡിയ കൊണ്ട് ഒരുപാട് കർഷകർക്ക് യൂസ്ഫുൾ ആയിരുന്നു. നെക്സ്റ്റ്, വാട്ട് വാസ് സർദാർ വല്ലഭായ് പട്ടേൽസ് ഡ്രീം? ഹു റിയലൈസ്ഡ് ഇറ്റ് ഫൈനലി? അപ്പൊ നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ വർഗീസ് കുര്യൻ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെയൊക്കെയാണ് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. പക്ഷെ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് ആരാണ് തീരുമാനിച്ചത് ഇങ്ങനെ കർഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാന്നൊക്കെ? അത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. അല്ലെ, അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത്? ഹിസ് ഡ്രീം വാസ് ടു remove middlemen to save the farmers from harassment and exploitation and to do something which would remove their poverty and give them a steady flow of income. അദ്ദേഹം എന്ത് തീരുമാനിച്ചു? അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഫാർമേഴ്സിനെ എന്ത് ചെയ്യുക? ഒന്നിച്ചു നിർത്തുക. അല്ലെ, ഓൾ ദ ഫാർമേഴ്സ് ടുഗദർ, ബ്രിങ് ദ ഫാർമേഴ്സ് ടുഗദർ. എല്ലാവരെയും ഒന്നിച്ചു നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? മിഡിൽമാൻ എന്ന് പറയുന്ന ആ ഒരു ഏജൻസികളെ ഇതിൽ നിന്നും ഒഴിവാക്കുക. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? കൺസ്യൂമേഴ്സിലേക്ക് അവരുടെ പ്രോഡക്ട്സ് എത്തിക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ദെയർ പോവർട്ടി ആൻഡ് എ ഗുഡ് ഇൻകം. അവർക്ക് എല്ലാ മാസവും ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനവും കൊടുക്കുക എന്ന് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഡോക്ടർ വർഗീസ് കുര്യൻ റിയലൈസ്ഡ് ദ ഡ്രീം ഗ്രാജുവലി. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അത് വേണ്ടിയിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഫുള്ളും നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഹൗ വാസ് ഡോക്ടർ കുര്യൻ ഇൻസ്ട്രുമെന്റൽ ഇൻ ഇംപ്രൂവിംഗ് ദ ഫാർമേഴ്സ് മൊമെന്ററി കണ്ടീഷൻ? അപ്പൊ ഈ ഒരു മോണിറ്ററി കണ്ടീഷൻ എന്ന് വെച്ചാൽ പൈസ, അല്ലെ, അവർക്ക് എങ്ങനെയാണ് നല്ലൊരു വരുമാനം എത്തിച്ചു കൊടുക്കാനായിട്ട് ഡോക്ടർ വർഗീസ് കുര്യന്റെ കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞതെന്നാണ് ചോദ്യം. എങ്ങനെയാണ്? ഡോക്ടർ കുര്യൻസ് ഗോട്ട് ദ കാറ്റിൽ ഓൺ farmers together
ആൻഡ് സെറ്റ് അപ്പ് ദ അമുൽ ഡയറി. അദ്ദേഹം ഈ ക്യാറ്റിൽ വളർത്തുന്ന അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന എല്ലാവരെയും ഒന്നിച്ചു നിർത്തിയാണ് അദ്ദേഹം ഈ ഒരു അമുൽ ഡയറി എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയത്. He ensured that the farmers got a higher price for their milk. അദ്ദേഹം തീരുമാനിച്ചു എല്ലാ ആളുകൾക്കും അവരുടെ ഡയറി ഉൽപ്പന്നങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇൻകം, ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. He also ensured that the cattle farmers got a share of profit made by the dairy. അങ്ങനെ അദ്ദേഹം എന്തുറപ്പിച്ചു? എല്ലാ കർഷകർക്കും ഒരുപോലെ ഈ ഒരു പ്രോഫിറ്റും വരുമാനവും കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. നെക്സ്റ്റ്, what was Dr. Kurien's biggest contribution towards his countrymen? അദ്ദേഹത്തിന് ഡോക്ടർ വർഗീസ് കുര്യൻ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവന എന്തായിരുന്നു? He was able to bring the poor farmers together to form a cooperative. അദ്ദേഹത്തിന് എല്ലാ ഫാമേഴ്സിനെയും ഒരുമിച്ച് നിർത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. He set up the largest dairy in India. He improved the lives of cattle farmers and ensured that all his countrymen could now get plenty of good quality milk, butter, ghee, cheese and curd. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹം ലോകത്തിലേക്ക് തന്നെ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ വെച്ച് ഏറ്റവും വലിയ അമൂൽ ഡയറി എന്ന് പറഞ്ഞൊരു ഫാം അദ്ദേഹം അവിടെ നിർമ്മിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡയറി പ്രോഡക്റ്റുകൾ, അല്ലെ ഡയറി പ്രോഡക്റ്റ് മീൻസ് പാൽ ഉൽപ്പന്നങ്ങൾ എല്ലാ ഇന്ത്യക്കാർക്കും കിട്ടുക. എന്തൊക്കെയായിരിക്കണം? മിൽക്ക്, ബട്ടർ, ഗീ, ചീസ്, കേർഡ്. അപ്പൊ എല്ലാം നല്ല ക്വാളിറ്റിയിൽ എല്ലാവർക്കും കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അമേരിക്കയിലുള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നതിന് അദ്ദേഹം സെറ്റിൽ ആയത് എങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, വൈ ഈസ് ഹി കോൾഡ് ദ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് വൈറ്റ് റവല്യൂഷന്റെ പിതാവ്? എന്തുകൊണ്ടാണ്? പാലുൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവം, അല്ലെ, പാലുൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്ന ആളാണ് വർഗീസ് കുര്യൻ. അപ്പൊ പാലിന്റെ കളർ എന്താണ്? വൈറ്റ് ആണ്, അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വൈറ്റ് റവല്യൂഷന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. വൈറ്റ് ഈസ് ദ കളർ ഓഫ് മിൽക്ക്, അല്ലെ, പാലിന്റെ കളർ വൈറ്റ് ആണ്. ഹി ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ബിക്കോസ് his ideas he was able to ensure a very high production of milk in the country, which was a remarkable change. അപ്പൊ പാലുൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. Today, India is ranked amongst the leading milk producing countries of the world. അങ്ങനെ ഇന്ത്യ എന്തായി തീർന്നിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ പാലുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടുപിടുത്തത്തോടു കൂടി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ വാസ് ഹി ഓണേർഡ് നാഷണലി ആൻഡ് ഇന്റർനാഷണലി ഫോർ ഹിസ് എഫേർട്ട്? അദ്ദേഹത്തിന് എന്തൊക്കെ അവാർഡുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ലോകം അല്ലെങ്കിൽ ഇന്ത്യ അദ്ദേഹത്തിനെ ആദരിച്ചത്, അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തങ്ങൾക്ക് പകരമായി? ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ആൻഡ് പത്മവിഭൂഷൺ ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ്. ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് പത്മശ്രീയും പത്മവിഭൂഷണനും ഡോക്ടർ വർഗീസ് കുര്യന് ലഭിച്ചിട്ടുണ്ട്. He was also awarded the Raman Magsaysay Award, which is given internationally. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാമൻ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ എന്താണ് അദ്ദേഹത്തിന് ആദരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം ഈ ഒരു ഡയറി പ്രോഡക്റ്റുകളുടെ ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ ഫാർമേഴ്സിനെയൊക്കെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കുകയും നമ്മുടെ അമൂൽ ഡയറി എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഏറ്റവും പിന്നീട് ഫേമസ് ആയിട്ട് മാറാനുള്ള ഒരു കാരണക്കാരനായതും ആരാണ്? നമ്മുടെ ഈ ഒരു വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഡോക്ടറാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏതാണ് എടുത്തത്? നമ്മൾ കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഒരു ചാപ്റ്ററെ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ നിങ്ങൾ നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു വിപ്ലവം അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം നടന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ വർഗീസ് കുര്യൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻസും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഓക്കെ, താങ്ക് യു. അത്രയുള്ളൂ ചാപ്റ്റർ. എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ.